ക്ഷമിക്കണം, ഞാനൊരു കവിതയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഒരു കവിതയെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ക്ഷമിക്കണം എന്നൊരു മുഖവുര എന്ന് ചില ആളുകളെങ്കിലും കരുതുന്നുണ്ടാകാം. അതിന്റെ കാരണം ഇതാണ്: ആ കവിത തുടങ്ങുന്നത് നായിന്റെ മോനെ എന്ന വരിയോടുകൂടിയാണ്. അങ്ങനെ ഒരു കവിത അതിനു മുമ്പോ ശേഷമോ മലയാളത്തിൽ ആരും എഴുതിയിട്ടുണ്ടാവില്ല, തുടങ്ങിയിട്ടുണ്ടാകില്ല. ആ കവിത എഴുതിയത് സിവിക് ചന്ദ്രനാണ്. പുലിക്കോടൻ നാരായണൻ എന്നു പേരായ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് ആ കവിത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കവിത എഴുതാനിടയായ സാഹചര്യം, അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന അധികാരം ഉപയോഗിച്ച് ആ വാക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അധികാരം ഉപയോഗിച്ച് പുലിക്കോടൻ നാരായണനും അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്ന പോലീസുകാരും നടത്തിയ അതിക്രമങ്ങളുടെ കഥ, മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥ, ക്രൂരമായ വേട്ടയാടലുകളുടെ കഥ നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് തീരാ നോവായി നമ്മുടെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരന്റെ പേരും മുഖവുമുണ്ട്. പേര് REC രാജൻ എന്നാണ്. രാജൻ എന്നാണ് പേര്. പഠിച്ചത് RECയിലായിരുന്നത് കൊണ്ട് അങ്ങനെ REC രാജൻ എന്നറിയപ്പെട്ടു. REC രാജന്റെ അച്ഛനെയും നമുക്ക് പരിചയമുണ്ട്. ഈച്ചര വാര്യർ എന്നാണ് ആ മനുഷ്യന്റെ പേര്. തന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് അവസാന കാലം വരെയും നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടേയിരുന്ന മനുഷ്യൻ തന്റെ മകനെ എന്ത് ചെയ്തുവെന്ന്, തന്റെ മകന്റെ മൃതദേഹമെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് വാതിലുകൾ മാറി മാറി മുട്ടി ഒടുവിൽ നിരാശയോടുകൂടി തന്നെ മരിച്ചു പോകേണ്ടി വന്ന മനുഷ്യനാണ്, അധ്യാപകനാണ് ഈച്ചര വാര്യർ എന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഈച്ചര വാര്യരുടെ മകൻ ഉൾപ്പെടെ അനേകം ആളുകളാണ് അടിയന്തരാവസ്ഥക്കാലത്ത് ക്രൂരമായ പോലീസ് വേട്ടക്കിരയായത്. ക്രൂരമായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ മതിയാകില്ല. അത്ര നികൃഷ്ടമായ പ്രയോഗങ്ങളാണ് മനുഷ്യർക്ക് മേൽ കാക്കി അണിഞ്ഞ പോലീസുകാർ ആ കാലത്ത് നടത്തിയിട്ടുള്ളത്. ഒരു കാലത്തും പോലീസ് ജനാധിപത്യ പോലീസ് ആയിരുന്നില്ല. നമ്മുടേതൊരു ജനാധിപത്യ സിസ്റ്റം ആണല്ലോ. ആ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, അതിന്റെ ഉദ്യോഗസ്ഥർ, പോലീസുകാർ, അതിന്റെ വിവിധ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഈ ആളുകളിലെല്ലാം ഒരു ജനാധിപത്യ സ്വഭാവം പ്രകടമാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതെല്ലായ്പ്പോഴും നടപ്പുള്ള കാര്യമല്ല. കേരളത്തിൽ എന്നല്ല, ലോകത്തെവിടെയും നോക്കിയാൽ പോലീസുകാർ പൂർണ്ണ സമയം ജനാധിപത്യ സ്വഭാവം പുലർത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പോലീസ് അതിക്രമങ്ങളെ കുറിച്ച്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോലീസിന് ജനാധിപത്യവൽക്കരിക്കപ്പെടാൻ കഴിയാത്തത്? ജനാധിപത്യത്തിന്റെ സ്വഭാവങ്ങളോ സൗന്ദര്യങ്ങളോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മറ്റൊന്നായി പോലീസ് മാറിയതെങ്ങനെ എന്നതൊക്കെ വിശദമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അതിലേക്കല്ല കടക്കുന്നത്. കേരളത്തിന്റെ ചില പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടരെ ദൃശ്യസഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഭരണകക്ഷിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെയും തനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതുകയുണ്ടായി. ആ എഴുത്തിനെ തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച് പൂർത്തീകരിക്കാൻ പോലും സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നതും മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നതുമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതും അല്ല പറയാൻ പോകുന്നത്. മറിച്ച് എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് എന്നതിനെ കുറിച്ച് കാര്യമായ അന്വേഷണം നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിനെ കുറിച്ചാണ്. പോലീസുകാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളോട് പെരുമാറുന്നത്? നമ്മൾ ജനമൈത്രി എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയേറെ മൈത്രിയോടുകൂടിയാണ് ആളുകളോട് പോലീസ് പെരുമാറാറുള്ളത്. അതിന് മാനസികമായ ചില കാരണങ്ങളുണ്ട് എന്നത് നമ്മൾ ഇതിന്റെ ഒരു വായനയുടെ ഭാഗമായെങ്കിലും അംഗീകരിക്കേണ്ടതുണ്ട്. പലതരം സമ്മർദ്ദങ്ങളിലൂടെയാണ് പോലീസുകാർ കടന്നു പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ സർക്കാർ ഉദ്യോഗമാണല്ലോ, നല്ല സാലറി കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ആ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതാണ്. പോലീസുകാർ എന്ന് പറയുന്നത് സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. അവർക്ക് വികാരങ്ങളും വിചാരങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. ചില ഘട്ടങ്ങളിൽ അത് താങ്ങാൻ കഴിയാതെ വരുന്ന സമയത്താകണം അവർ ഒരു മുഴം കയറിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്, എന്നേക്കുമായി ജീവിതത്തോട് വിട ചൊല്ലുകയും ചെയ്യുന്നത്. പോലീസുകാരുടെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കുറച്ചു വരുന്നതിനുള്ള ചില നടപടികൾ സർക്കാർ ആരംഭിച്ചിരുന്നുവെങ്കിലും അത് വേണ്ടത്ര ഫലവത്തായിട്ടില്ല എന്നത് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാണ്.
ചിലപ്പോഴെങ്കിലും മേലുദ്യോഗസ്ഥരുടെ അടിമകളെ പോലെ താഴെയുള്ള പോലീസുകാർ ജീവിക്കേണ്ടി വരുന്നു. അങ്ങനെ ആ അടിമത്ത മനോഭാവത്തോടു കൂടി ഇടപെടേണ്ടി വരുന്നു, അടിമകളെ പോലെ പെരുമാറേണ്ടി വരുന്നു എന്ന നിസ്സഹായതയുമുണ്ട്. മനുഷ്യർക്ക് ആത്മാഭിമാനം എന്നൊന്നുണ്ട്, ആത്മാന്തസ് എന്നൊന്നുമുണ്ട്. ഇത് നഷ്ടപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായും ആളുകൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വൈകാരിക വിക്ഷോഭങ്ങളുണ്ട്. ആ വൈകാരിക വിക്ഷോഭങ്ങളാണോ ജനങ്ങൾക്ക് മേൽ പോലീസ് അടിച്ചു തീർക്കുന്നത് എന്ന കാര്യം സർക്കാർ സമഗ്രമായി തന്നെ പഠിക്കുകയും അന്വേഷിക്കുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നു എന്നതുകൊണ്ട് പോലീസുകാർക്ക് ഒരാളെയും അടിക്കാനുള്ള അധികാരമില്ല. പോലീസ് കോടതിയല്ല, കോടതിയാണ് ശിക്ഷ തീരുമാനിക്കേണ്ടത്, അവിടെയാണ് വിചാരണ നടക്കുന്നത്, അവിടെയാണ് വാദം നടക്കുന്നത്. പോലീസുകാരല്ല ശിക്ഷ തീരുമാനിക്കേണ്ടത്. ഏത് ആളാവട്ടെ അയാളെ മർദ്ദിക്കുക എന്നത്, പോലീസ് സ്റ്റേഷനിൽ ഒരു ആവശ്യത്തിന് വരുന്ന ആളെ മർദ്ദിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല നിയമവിരുദ്ധമാണ്, പോലീസ് ചട്ടങ്ങൾക്ക് കൂടി എതിരായതാണ്. പക്ഷെ ഏത് സ്റ്റേഷനിലാണ് ഈ ചട്ടങ്ങളൊക്കെ വായിക്കുകയും ഈ ചട്ടങ്ങൾക്കനുസരിച്ച് പോലീസ് പെരുമാറുകയും ചെയ്യുന്നത്? ഏതാണ്ട് എല്ലാ സ്റ്റേഷനുകളുടെയും സ്വഭാവം ഒന്ന് തന്നെയാണ്. നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന പോലീസിനെ അല്ല പോലീസ് സ്റ്റേഷനിൽ കാണുന്നത്. കേരളത്തിൽ രണ്ടു തരം പോലീസുകാരാണുള്ളത്. ഒന്ന് ഫേസ്ബുക്കിലെ പോലീസാണ്, മറ്റൊന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസാണ്. ഫേസ്ബുക്കിലെ പോലീസും പോലീസ് സ്റ്റേഷനിലായിരിക്കുമ്പോൾ യഥാർത്ഥ പോലീസായി മാറും എന്നതാണ് പ്രശ്നം. ഫേസ്ബുക്കിലും റീലുകളിലും നമ്മൾ കാണുന്ന ഒരു പോലീസിന്റെ ചിത്രവുമായാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നതെങ്കിൽ പലപ്പോഴും നിരാശപ്പെടേണ്ടി വരും. എല്ലാ പോലീസുകാരും അങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ ഉദ്യോഗസ്ഥരും ആ തരത്തിലാണ് എന്ന വിധി തീർപ്പിനും മുതിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള പോലീസുകാരുണ്ട് എന്നത് ഒരു വസ്തുതയാണ്, അത് അംഗീകരിക്കാതെയും പോകരുത്. ആ പോലീസുകാരാണ് സേനയ്ക്കാകെയും ദുഷ്പേര് വരുത്തി വെക്കുന്നത്. ഈ സമീപകാല ദിവസങ്ങളിൽ പുറത്തു വന്ന വീഡിയോ ശ്രദ്ധിച്ചു നോക്കൂ. ഈ സംഭവങ്ങളിൽപ്പെട്ട ആളുകൾ നിരപരാധികളാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷെ പോലീസുകാർ മുഖത്തടിക്കുന്ന ദൃശ്യം വരികയാണ്. പോലീസ് ഒരു മനുഷ്യന്റെ മുഖം എന്ന് പറയുന്നത് അയാൾ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്ന അയാളുടെ ഐഡന്റിറ്റി തന്നെയാണ്. ആ ഐഡന്റിറ്റിക്ക് മേലാണ് ഒരാൾ അടിച്ചു തീർക്കുന്നത്. ഏത് അധികാരം ഉപയോഗിച്ചിട്ടാണെങ്കിലും പോലീസ് അങ്ങനെ ചെയ്യരുത്. ഒരാളുടെ മുഖത്തടിക്കുക എന്ന് പറയുന്നത് അയാളുടെ അന്തസ്സിനെയും അയാളുടെ ഐഡന്റിറ്റിയെയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. അത് പോലീസ് ചെയ്യുകയാണ്. മറുഭാഗത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അതിക്രൂരമായി ആക്രമിക്കുകയാണ്. എന്നിട്ട് ഇവരൊക്കെയാണ് തെരുവിലിറങ്ങിയെന്ന് ഫേസ്ബുക്കിലൂടെ, ലൈവിലൂടെ, റീലിലൂടെ പോലീസ് നിങ്ങളുടെ സുരക്ഷയ്ക്കായാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് ജനം എങ്ങനെ വിശ്വസിക്കാനാണ്? എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കുന്നത്? പ്രശ്നം സിസ്റ്റത്തിൻ്റെതാണ്. ആ സിസ്റ്റത്തിന് തകരാറുണ്ട്. അത് പരിഹരിക്കപ്പെടാത്ത കാലത്തോളം ഈ തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അത് ആരാണ് പരിഹരിക്കേണ്ടത്? ഭരണകൂടമാണ് പരിഹരിക്കേണ്ടത്, ആഭ്യന്തര വകുപ്പാണ് പരിഹരിക്കേണ്ടത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രി പോലീസ് സേനയുടെ പക്ഷത്ത് നിന്നല്ലാതെ സംസാരിക്കാറില്ല. പോലീസിന് കവചമൊരുക്കുക എന്നതാണ്, പോലീസ് ക്ലിയർ ആണ് എന്ന് പറയുക എന്നതാണ് അദ്ദേഹത്തിന്റെ ദൗത്യമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ, വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് കരുതാവുന്ന പ്രതികരണങ്ങളാണ് പലപ്പോഴും പുറത്തു വരാറുള്ളത്. പൂഞ്ഞാറിലെ ഒരു ചർച്ച് മുറ്റത്തുണ്ടായ അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ചില കുട്ടികളെ സ്കൂൾ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സംഭവം ഉണ്ടായി. ആ സ്ഥിതിവിശേഷത്തിൽ അന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ആ പ്രദേശത്തുകാരായ ഇടതുമുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയും എല്ലാ മതവിഭാഗത്തിലുമുള്ള കുട്ടികൾ ഈ സംഭവത്തിലുണ്ട് എന്ന് വിശദീകരിക്കുമ്പോഴും പോലീസ് പറഞ്ഞത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉള്ളൂ എന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. പോലീസിനെ വിശ്വസിക്കണം, അവർക്ക് ആത്മവീര്യം പകരണം. ആഭ്യന്തരമന്ത്രിയുടെ പണി അതുകൂടിയാണ്. പക്ഷെ പോലീസിനെ മാത്രമാണ് വിശ്വസിക്കുന്നത് എന്ന് വരികയാണെങ്കിൽ അത് വലിയ അപകടം ചെയ്യും. ആ അപകടം നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടല്ലേ? ഏത് മന്ത്രി ആയാലും ശരി, പോലീസിനെ വിശ്വാസത്തിലെടുക്കുമ്പോൾ തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. ജനം എന്ത് പറയുന്നു എന്ന് കേൾക്കേണ്ടതുണ്ട്. അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. അത് പരിഹരിക്കാൻ കൂടിയാണ് വകുപ്പ് മന്ത്രിയുടെ ചുമതല എന്ന് പറയാതെ നിർവാഹമില്ല. പക്ഷെ അങ്ങനെ പരിഹരിക്കപ്പെടുന്നില്ല. സിസ്റ്റം തകരാറിലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്ന ആൾക്കാണ് തകരാറ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തകരാറ് പരിഹരിക്കുന്നില്ല, തകരാറുണ്ട് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല.
തകരാറുണ്ട് എന്ന് അംഗീകരിക്കാതെ എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടുക? പോലീസിലുള്ള അന്ധമായ വിശ്വാസം, പോലീസാണ് ശരി എന്ന മനോഭാവം പല പോലീസുകാരും മുതലെടുക്കുന്നുണ്ട്. തങ്ങളെ മേലാവിലുള്ള ആളുകൾ സംരക്ഷിച്ചുകൊള്ളും എന്ന് പോലീസുകാർ തന്നെ കരുതുകയാണ്. ലോക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് താഴെയല്ലേ, മുഖ്യമന്ത്രിക്ക് മുകളിലല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഞങ്ങളെ സംരക്ഷിച്ചോളും എന്നാണ് ആ പറയുന്നതിന്റെ താല്പര്യം. അങ്ങനെ പോലീസുകാർക്ക് വിശ്വാസമുണ്ടെങ്കിൽ തങ്ങൾ ഏത് അതിക്രമം കാണിച്ചാലും, ഏത് തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾ ഈ സേനയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളിൽ നിന്നുണ്ടായാലും അതെല്ലാം അംഗീകരിക്കപ്പെട്ടോളും എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ ആ കരുത്തിനെയാണ്, ആ ബോധത്തെയാണ് തിരുത്തേണ്ടത്. അത് തിരുത്താനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ, CCTV ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമായിരുന്നോ? ആരെങ്കിലും ഈ വിവരം അറിയുമായിരുന്നോ? ഈ ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഹോട്ടൽ ജീവനക്കാരനോ മർദ്ദിക്കപ്പെട്ടതിനെ കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാൻ കഴിയുമായിരുന്നോ? എത്രയോ മുമ്പ് നടന്ന ഒരു സംഭവമായിട്ടും CCTV തെളിവുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴത് പുറത്തു വരികയും ആ പുറത്തു വന്ന ദൃശ്യങ്ങൾക്ക് മേൽ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് CCTV വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും പോലീസിന്റെ സാമൂഹിക പ്രതിബദ്ധത ഓഫായി പോകരുത്. അത് ഓഫായി പോകുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക, തിരുത്തുക എന്നതാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. പോലീസ് എല്ലാം ഭംഗിയായി ചെയ്തുകൊള്ളും എന്ന് ഒരു ആഭ്യന്തര മന്ത്രിയും കരുതരുത്, ഒരു മേലുദ്യോഗസ്ഥനും കരുതരുത്, ഒരു DGPയും ചിന്തിക്കരുത്. മറിച്ച് പോലീസ് സേനയും മനുഷ്യർ ഉൾപ്പെട്ട ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് പിഴവുകൾ സംഭവിക്കാം. ആ പിഴവുകൾ തിരുത്തേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരനായ ഒരു മനുഷ്യന് സംഭവിക്കുന്ന പിഴവ് പോലെയല്ല പോലീസുകാരന് സംഭവിക്കുന്നത്. പോലീസുകാരൻ ഒരു സംവിധാനത്തിന്റെ, ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പോലീസ് സേന ഉണ്ടാക്കുന്ന ഏത് നാണക്കേടും സിസ്റ്റത്തെ ആകെ അപകടപ്പെടുത്തുകയും അതിന്റെ ആ അന്തസ്സിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യും. ഒരു പോലീസ് സേന വിചാരിച്ചാൽ മതി ഒരു ഭരണകൂടത്തെ കുറിച്ച് ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിക്കാനും മോശം പറയിക്കാനും. നല്ലത് പറയിക്കാൻ ഒരു പക്ഷേ റീലുകളും ഫേസ്ബുക്കിലെ പോസ്റ്റുകളും ഒക്കെ മതിയാകുമായിരിക്കും. പക്ഷേ അതിന് പുറത്തുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി ജനങ്ങൾ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകന് പോലും, രണ്ട് പൊതുപ്രവർത്തകരുടെ പരാതികളാണല്ലോ, ഒന്ന് CPM-ന്റെ ആളാണ്, മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആളാണ്. പൊതുപ്രവർത്തകർക്ക് പോലും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലാനും തങ്ങളുടെ കാര്യങ്ങൾ പറയാനും ഉണർത്താനും അതേപോലെ തന്നെ ശരീരത്തിന് പോറലേൽക്കാതെ തിരിച്ചു പോരാനും കഴിയുന്നില്ല എങ്കിൽ ഈ സിസ്റ്റത്തിന് വലിയ തകരാറുണ്ട് എന്ന് ബന്ധപ്പെട്ട ആളുകൾ തിരിച്ചറിയുകയും അത് തിരുത്താനുള്ള അടിയന്തര നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യണം. അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ സിവിക് ചന്ദ്രൻ എഴുതിയ കവിത പോലെ അനേകം കവിതകൾ വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് വായിക്കേണ്ടി വരും. അത്തരം അധിക്ഷേപകരമായ സംബോധനകൾ കേരളത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നേരിടേണ്ടി വരാതിരിക്കട്ടെ എന്നാണ് ഒരു ജനാധിപത്യ സമൂഹത്തിലെ പൗരൻ എന്ന നിലയ്ക്ക് ഞാനും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക എന്ന് കരുതുകയാണ്.